അസാധ്യമെന്ന് തോന്നിയ ലക്ഷ്യങ്ങൾ ഉൾക്കരുത്തോടെ എത്തിപ്പിടിച്ച ചരിത്രമാണ് UAEയുടേത്. ആകാശം, ബഹിരാകാശം, കൃഷി തുടങ്ങിയ മേഖലകളിലെല്ലാം UAE അതിന്റെ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച വർഷമാണ് കടന്നുപോകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ മഴ പെയ്ത്തുണ്ടായതും ഈ വർഷം തന്നെ. പെരുമഴ, ഇടിമിന്നൽ മുഴക്കങ്ങൾ, മാരിക്കാർ ഇളകി വന്ന് ആർത്തലച്ചു പെയ്ത വർഷമാണ് UAEക്ക് 2024. നാടും നാട്ടാരുമാകെ വെള്ളത്തിലായി. പുഴ പോലെയായി റോഡുകൾ. ജീവിതം ഒരു വെള്ളക്കെട്ടിന് നടുവിലെ ദ്വീപ് പോലെ നിശ്ചലമായി. ജലം കൊണ്ട് മുറിവേറ്റത് രാജ്യത്തിനൊരു പാഠമായി. തൊട്ടുപിന്നാലെ ദുബൈ പ്രഖ്യാപിച്ചത് 3000 കോടി ദിർഹത്തിൻ്റെ കൂറ്റൻ ഡ്രൈനേജ് പദ്ധതി. പേര് തസ്രീഫ്. അടുത്ത നൂറ്റാണ്ട് മുമ്പിൽ കണ്ടുള്ള പദ്ധതി. ഇനി ഏതു പെരുമഴയത്തും ദുബൈ വെള്ളത്തിൽ മുങ്ങില്ലെന്ന് ഭരണാധികാരികളുടെ ഉറപ്പ്. എമിറേറ്റിൽ മരിക്കുന്ന പ്രവാസികളുടെ മരണാനന്തര നടപടികളുടെ ചെലവ് ഏറ്റെടുത്ത അബുദാബി ഭരണകൂടത്തിന്റെ തീരുമാനമാണ് അടയാളപ്പെടുത്തേണ്ട മറ്റൊന്ന്. പ്രവാസികളുടെ തീരാനോവിന്റെ വ്യഥയറിഞ്ഞെടുത്ത മനുഷ്യപ്പറ്റ് നിറഞ്ഞ തീരുമാനം. താമസ വിസയുള്ള പ്രവാസികൾക്കാണ് ആനുകൂല്യം. മരണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് ചെലവുകളെല്ലാം ഗവൺമെന്റ് വഹിക്കും. പൊതുമാപ്പ് പ്രഖ്യാപിച്ച് തൊഴിലാളികൾക്ക് UAE ആശ്വാസമേകിയ വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. അനധികൃത താമസക്കാർക്ക് രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും രാജ്യം വിടുന്നവർക്ക് പിഴയില്ലാതെ തിരിച്ചു പോകാനും പൊതുമാപ്പ് അവസരം നൽകി. ദുബൈയിൽ മാത്രം ഈ അവസരം പ്രയോജനപ്പെടുത്തിയത് 2.5 ലക്ഷത്തോളം പേരാണ്. പൊതുമാപ്പ് സെന്ററുകളിൽ നിന്ന് ഈ നാട്ടിൽ ജീവിതം ഒരിക്കൽ കൂടി കരുപ്പിടിപ്പിച്ചവരും ധാരാളം. പശു പാൽ മാത്രമല്ല, പണവും ചുരത്തുമെന്ന് ഈ വർഷം ഷാർജ പഠിപ്പിച്ചു. ഷാർജയുടെ മലിഹ പാലാണ് വിപണിയിൽ ഹിറ്റായി മാറിയത്. പാലിന് ഡിമാൻഡ് കൂടിയതോടെ ഡെൻമാർക്കിൽ നിന്ന് 1300 നല്ല മുന്തിയ ഇനം പശുക്കളെ ഫാമിലെത്തിച്ചു ഷാർജ. ഈ വർഷം ജൂൺ മുതൽ ഇവ പാൽ നൽകി തുടങ്ങും. മാനം മുട്ടയുള്ള സ്വപ്നങ്ങളുമായി UAE ബഹിരാകാശത്ത് സ്വന്തമായൊരു ഇരിപ്പിടമുണ്ടാക്കിയ വർഷം കൂടിയാണിത്. ചന്ദ്രൻ, ചൊവ്വ, ചിഹ്നഗ്രഹങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയുള്ള 5 പദ്ധതികളാണ് രാജ്യത്തിൻ്റെതായി പുരോഗമിക്കുന്നത്. 100 കണക്കിന് ശാസ്ത്രജ്ഞരാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ വിജയത്തിനായി ഇരവു പകലില്ലാതെ അത്യധ്വാനം ചെയ്യുന്നത്. ആകാശത്തെയും ഭൂമിയിലെയും യാത്രകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്ന വർഷം കൂടിയാണിത്. ഡ്രൈവറില്ലാ കാറുകൾ ദുബൈയിൽ നിരത്തിലിറങ്ങിക്കഴിഞ്ഞു. ഡ്രോൺ ഡെലിവറി സർവീസിനും തുടക്കം കുറിച്ചു. പഴവും പച്ചക്കറിയും തൂക്കിപ്പിടിച്ചെത്തുന്ന ഡ്രോണുകൾ രാജ്യത്തെ പതിവ് കാഴ്ചയായി മാറാൻ സമയം അധികം വേണ്ടിവരില്ല. അടുത്ത വർഷം ആദ്യം എയർ ടാക്സി കൂടി എത്തുന്നതോടെ ദുബൈ സാധ്യതകളുടെ പുതിയ ലോകത്തേക്ക് ടിക്കറ്റ് എടുക്കും. അപ്പോഴും ഈ നഗരത്തിൽ ബാക്കിയുണ്ടാകും അനന്ത സാധ്യതകളുടെ ഏഴാനാകാശം. മീഡിയ 1, ദുബൈ.